ഇപ്പോൾ സ്മൃതി പറഞ്ഞ കണക്ക് NSS ഇത് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല അല്ലേ? ജാതിമത ഭേദമന്യേ എല്ലാവരെയും തുല്യമായി കാണുന്ന ഒരു ബദൽ സംവിധാനം ഉണ്ടാകണമെന്നുള്ളത് NSS ആവശ്യപ്പെടുന്ന ഒരു പുതിയ കാര്യമല്ല. എന്ന് മാത്രമല്ല NSS നേരത്തെ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ ഈ രാജ്യത്ത് സംവരണം നിലനിൽക്കുന്ന സ്ഥിതിക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സാമ്പത്തിക സംവരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ NSSൻ്റെ മാത്രം അഭിപ്രായമല്ല, മറ്റ് ഇതേ സമാനമായ അഭിപ്രായം കണക്കിലെടുത്തുകൊണ്ടാണല്ലോ 2019 EWS എന്ന് പറയുന്ന ഈ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അവർക്ക് 10% സംവരണം പിന്നെ നടപ്പാക്കിയത് കേന്ദ്ര സർക്കാർ. ആ 10% സംവരണം കേരളത്തിലും നടപ്പാക്കിയിട്ടുണ്ട്. നോക്കൂ, സംവരണം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു പൊതു ബോധമുണ്ടായിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിഞ്ഞ 10-75 വർഷമായിട്ട് 1950 കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് മുതൽ സംവരണം നിലനിൽക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അന്ന് സംവരണം ഏർപ്പെടുത്തിയിരുന്നത് SC-ക്കും ST-ക്കും മാത്രമായിരുന്നു, പട്ടികവർഗ്ഗങ്ങൾക്ക് മാത്രമായിരുന്നു സംവരണം 1950 ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ പിന്നീട് 1980 ജനതാ മന്ത്രിസഭയുടെ കാലത്ത് മണ്ഡൽ കമ്മീഷനെ നിയോഗിക്കുകയും പിന്നീട് 1990 VP സിംഗിൻ്റെ കാലത്ത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുകയും ചെയ്യുന്നത് വഴി OBC എന്നൊരു കാറ്റഗറി കൂടി ഉണ്ടാകുന്നു. അങ്ങനെ അവർക്ക് 27% സംവരണം ഉണ്ടാകുന്നു. മൊത്തത്തിൽ ഇപ്പോൾ 50% സംവരണം OBC-ക്കും SC-ക്കും ST-ക്കും കൂടി ഉണ്ട്. അതുകൂടാതെ അതിന് പുറമെയാണ് ഈ EWS എന്ന് പറയുന്ന ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് സാമ്പത്തിക പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നവർക്ക് കൂടി. അതിൻ്റെ മുഴുവൻ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ബ്രാഹ്മണരും നമ്പൂതിരിമാരും നായന്മാരും ഒക്കെ അടക്കമുള്ളവരാണ്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഈ 3 വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് സംവരണ വ്യവസ്ഥ നിൽക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ കഴിഞ്ഞ 7-8 പതിറ്റാണ്ട് കാലമായി ഈ രാജ്യത്ത് ഇത്തരത്തിലുള്ള സംവരണം നിലനിൽക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കൊക്കെ നല്ല സാമ്പത്തികമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നും അവർക്കൊക്കെ ഒരു ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ തൊഴിൽ രംഗത്തുമൊക്കെ ഉണ്ട് എന്നും ഇനി ഇതിൻ്റെ ആവശ്യമില്ല എന്നുമുള്ളൊരു പൊതുബോധം രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന് നമ്മൾ അടിസ്ഥാനമായി കാണുന്നത് ഈ സാമ്പത്തികമായ മുന്നോക്കാവസ്ഥയാണ്. പക്ഷേ റിസർവേഷൻ്റെ ഒരു കൺസെപ്റ്റ് ഒരിക്കലും സാമ്പത്തികമായ മുന്നോക്കാവസ്ഥയല്ല, മറിച്ച് സാമൂഹിക നീതിയാണ്. സാമൂഹിക നീതി എത്രമാത്രം ഈ പറയുന്ന പിന്നാക്ക വിഭാഗങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ സംവരണം തുടരണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ കഴിയൂ. അതിന് സാമ്പത്തികമായ അവരുടെ ശക്തി ഒരു ഘടകമേ അല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ 2019 നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന കാലത്ത് പേഴ്സണൽ മന്ത്രാലയം ഒരു കണക്ക് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കണക്ക് പറയാം. രാജ്യത്ത് 90 സെക്രട്ടറിമാരാണുള്ളത്. 90 സെക്രട്ടറിമാരാണ് ഉള്ളത്. 90 സെക്രട്ടറിമാരാണ് രാജ്യത്തെ ഈ പറയുന്ന നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ മേൽത്തട്ടിലുള്ള അതിനെ നിയന്ത്രിക്കുന്ന എന്ന് പറയുന്നത് 90 പേരാണ്. ആ 90 സെക്രട്ടറിമാരിൽ ഒരാൾ മാത്രമാണ് SC-യിൽ നിന്നുള്ളത്. ഒറ്റയാളാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നുള്ളത്. 3 പേരാണ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നുള്ളത്. 3 പേര്. മൊത്തം 4 പേര്. SC ST 4 പേര്. ഒരൊറ്റ OBC-കാരനില്ല ഈ 90 സെക്രട്ടറിമാരിൽ. ഇതിനകത്ത് രാഹുൽ ഗാന്ധി നടത്തിയ ഒരു പ്രസംഗത്തിൽ, അത് വിമൻസ് റിസർവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി നടത്തിയ പ്രസംഗത്തിൽ ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ഒരു വർഷത്തെ ബജറ്റ് എന്ന് പറയുന്നത് 44 ലക്ഷം കോടി രൂപയാണ്. 44 ലക്ഷം കോടി രൂപ കൈകാര്യം ചെയ്യുന്ന ആരാണെന്നറിയാമോ? ഈ 90 സെക്രട്ടറിമാരാണ്. അവരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. അപ്പോൾ അതിൽ ഈ പറയുന്ന 4 പേരാണ് ആകെയുള്ളത്. ഈ SC ST വിഭാഗത്തിൽ OBC ആരുമില്ല. അവർ കൈകാര്യം ചെയ്യുന്നത് 2.47 ലക്ഷം കോടി രൂപ മാത്രമാണ്. ദാറ്റ് 5% ഉള്ളൂ. ബാക്കി 95% എന്ന് പറയുന്നതും കൈകാര്യം ചെയ്യുന്നത് മുന്നോക്ക സമുദായങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ബാക്കിയുള്ള 85 സെക്രട്ടറിമാരാണ്. അപ്പോൾ 86 സെക്രട്ടറിമാരാണ്. ഇത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഈ പറയുന്ന ഈ 90 എന്ന് പറയുന്ന ആ ക്ലബിലേക്ക് വരാൻ കഴിയാത്തത്? അതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. അവിടെയാണ് ഈ സാമൂഹിക നീതി എന്നുള്ള വിഷയം വളരെ പ്രസക്തമാണ്. അവിടെ തീരുന്നില്ല കേട്ടോ. ഈ വിവേചനം എന്ന് പറയുന്നത് 93 അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്. ഇതൊക്കെ പേഴ്സണൽ മന്ത്രാലയം വെച്ച കണക്കാണ്. 93 അഡീഷണൽ സെക്രട്ടറിമാരിൽ SC വിഭാഗത്തിൽ നിന്ന് 6 പേരുണ്ട്. ST വിഭാഗത്തിൽ നിന്ന് 5 പേരുണ്ട്. അവിടെയും ബാക്കി 82 പേരുണ്ട്. ഒറ്റ OBC-കാരനില്ല. 82 പേരാണ് ബാക്കിയുള്ളത്. ഇതുപോലെയാണ് 275 ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്. ഈ ജോയിൻറ്റ് സെക്രട്ടറിമാരിൽ 275 പേരിൽ 13 പേര് മാത്രമാണ് SC-യിൽ നിന്നുള്ളത്, 9 പേര് മാത്രമാണ് ST-യിൽ നിന്നുള്ളത്, 19 പേര് OBC-യിൽ നിന്നുണ്ട്. അപ്പോൾ ബാക്കി 234 പേര് അപ്പർ കാസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഇല്ലേ? ഇവരൊക്കെ പഠിച്ച് പാസ്സായി വന്നവരാണല്ലോ. 2014 നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് വിജയിച്ച BJP-യുടെ ഒരു MP ഉണ്ട്, ഉദിത് രാജ്. വളരെ വിഷമത്തോടുകൂടി BJP-യുടെ MP ആട്ടോ. അദ്ദേഹം ഒരു ദളിതനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം IRS-കാരനാണ്. അദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു ഇൻകം ടാക്സ്. അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. ഇനി നമ്മൾ എത്ര IRS എടുത്താലും IAS എടുത്താലും നമ്മൾക്ക് ഈ പറയുന്ന നേതൃനിരയിലേക്ക് വരാൻ കഴിയില്ല. BJP-യുടെ MP ആയിരുന്നു ഓർക്കണം. 2014-19 കാലഘട്ടത്തിൽ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഉദിത് രാജ്.
അപ്പോൾ ഈ പ്രശ്നമാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. അപ്പം നമുക്കിപ്പോൾ ഈ പബ്ലിക് എംപ്ലോയ്മെൻറ്റിൽ റിസർവേഷൻ കൊടുത്തിട്ടുണ്ട്, അവർക്ക് വലിയ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ രംഗത്ത് പിന്നെ നമ്മളിത് കൊടുത്തിട്ടുണ്ട്, അവർ മുന്നോട്ട് വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഈ പറയുന്ന സാമൂഹികമായ നീതിയുടെ പ്രശ്നം വരുന്നുണ്ട്. അതിനകത്ത് ഒരു സവർണാധിപത്യം ഇപ്പോഴും നിൽക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതായത് അതുകൊണ്ടാണ് അംബേദ്കർ വിഭാവന ചെയ്ത ഈ പറയുന്ന സംവരണം യഥാർത്ഥത്തിൽ 10 വർഷത്തേക്കുള്ളതായിരുന്നു. 1950 അംബേദ്കർ പറയുന്നത് 10 വർഷം കൊണ്ട് നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചോണം എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ സംവരണം ഇല്ലാതാക്കാൻ കഴിയൂ. അത് ആദ്യത്തെ പ്രശ്നം, നമ്മുടെ മനസ്സിൽ നിന്ന് ഈ പ്രശ്നം മാറണം. നമുക്ക് ഈ പറയുന്ന എന്താ പറയുക, താഴേക്കിടയിലുള്ള മനുഷ്യരോടുള്ള അവരെത്ര സമ്പന്നന്മാരായിട്ടിരുന്നാലും ഇപ്പം നിങ്ങൾ ഈ സദസ്സിൽ ഇപ്പം നമ്മൾ സദസ്സിൽ നിങ്ങൾക്കാണല്ലോ ഭൂരിപക്ഷം, നിങ്ങൾ 2 വനിതകളാണല്ലോ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇതിനെപ്പറ്റി? ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ നമുക്കിതുണ്ട്, വനിതാ സംവരണമുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ. ഈ വനിതാ സംവരണം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര കോർപ്പറേഷനിൽ സ്ത്രീകൾ മേയർമാരായിട്ടുണ്ടാകുമായിരുന്നു? എത്ര മുനിസിപ്പാലിറ്റികളിൽ സ്ത്രീകൾ ചെയർപേഴ്സൺസ് ആയിട്ടുണ്ടാകുമായിരുന്നു? ഞാൻ വേറൊരു കാര്യം ചോദിക്കാം. 84 SC മണ്ഡലങ്ങളുണ്ട് രാജ്യത്ത്, റിസർവ് ചെയ്തിട്ടുണ്ട്. 47 ST മണ്ഡലങ്ങളുണ്ട്. 131 മണ്ഡലങ്ങളാണ് ഈ പറയുന്ന SC ST സംവരണമുള്ളത്. ഈ 131 മണ്ഡലങ്ങളില്ലായിരുന്നെങ്കിൽ ഇവർക്ക് ആർക്കെങ്കിലും മത്സരിക്കാൻ അവസരം കിട്ടുമോ? ഈ 131 മണ്ഡലങ്ങളിൽ പുറത്ത് ഇവർ മത്സരിക്കുന്നുണ്ടോ? ഇനിയിപ്പോൾ നമുക്ക് കേരളത്തിലെ കാര്യം എടുക്കാം. മറ്റേ നമ്മുടെ ആലത്തൂരും മാവേലിക്കരയാണല്ലോ നമ്മുടെ 2 പിന്നെ സംവരണ മണ്ഡലങ്ങൾ. അതിന് പുറത്ത് ആ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? അത് പറ്റുന്നുണ്ടോ? അപ്പം സംവരണം ഉണ്ടായിട്ട് തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ സംവരണമില്ല എങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന 3-2 സംവരണം നമ്മളിപ്പോൾ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ബില്ല് ഇത്രയും കാലം പാസ്സാക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ടാണ് കഴിയാതിരുന്നതെന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളും ഒന്നടങ്കമായിട്ട് നിൽക്കുകയാണ്. അത് മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. കാരണം നമ്മുടെ സീറ്റൊക്കെ പെണ്ണുങ്ങൾ കൊണ്ടുപോകും എന്നുള്ള പ്രശ്നം. പ്രതിപക്ഷ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചാണ് നിന്നത്, ഒരുമിച്ച് നിന്ന് അങ്ങ് തോപ്പിക്കുകയായിരുന്നു പാർലമെൻറ്റിൽ. അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് അവരിതൊക്കെ അംഗീകരിക്കുമ്പോഴും അവർക്ക് ഈ അവരുടെ നേതാക്കളിൽ നിന്നുള്ള സമ്മർദ്ദം, ഓരോ കാൻഡിഡേറ്റിൽ നിന്നുള്ള സമ്മർദ്ദം വളരെ പ്രധാനമാണ്. ഇനിയിപ്പം ഈ പറയുന്ന വനിതാ സംവരണം ഏർപ്പെടുത്തിയാൽ തന്നെ ഈ മത്സരിച്ച കാൻഡിഡേറ്റിൻ്റെ ഭാര്യ ആയിരിക്കും കേട്ടോ മത്സരിക്കുക. അങ്ങനെ കൂടിയുണ്ട്. അപ്പോഴും ഈ പറയുന്ന പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് കിട്ടണമെന്നില്ല. എങ്കിലും അത്രയെങ്കിലും ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഈ സംവരണം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഈ കാര്യങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേഷനെങ്കിലും നിലനിർത്താൻ കഴിയുന്നത്. അതുകൊണ്ട് അത്തരം ഒരു കാര്യം പിൻവലിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ടല്ല, മറിച്ച് ഇതൊരു സാമൂഹിക നീതിയുമായിട്ടാണ് സംവരണം എന്ന സങ്കല്പം നിൽക്കുന്നത്. ആ സാമൂഹിക നീതി ഉറപ്പാക്കുകയും അത് അച്ചീവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സംവരണത്തെ എടുത്തു കളയാൻ കഴിയുക. Meet the editors.